പുതുമഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മമാർക്ക് എല്ലാവർക്കും ഒരു പണിയുണ്ട്. എന്താണെന്നറിയോ? അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിത്തുകളെല്ലാം നടുക. മത്തൻ, കുമ്പളങ്ങ, ചോളം, പയർ, വെണ്ടയ്ക്ക, അങ്ങനെ ഒരുപാട് നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ഈ വിത്തിനങ്ങളിൽ. ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും തരം പച്ചക്കറിയുടെ വിത്തില്ലെങ്കിലോ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ചോദിച്ചെങ്കിലും അത് തരപ്പെടുത്താറുണ്ട്. ഇനി ആവശ്യത്തിന് വെയിലും മഴയും കിട്ടിക്കഴിഞ്ഞാൽ ഓണമാകുമ്പോഴേക്കും വീട് നിറയെ മത്തനും കുമ്പളങ്ങയും പയറും ചോളവും ഒക്കെ ആയിരിക്കും. ഇനി അടുത്ത ചടങ്ങാണ് രസകരം. എല്ലാവരുടെയും വീട്ടിൽ ഈ മത്തനും കുമ്പളങ്ങയൊക്കെ ഉണ്ടെങ്കിലും ഇവർ ഒരു മത്തൻ പറിച്ച് വെട്ടുകയാണെങ്കിൽ അത് എല്ലാ വീട്ടിലേക്കും പങ്കുവെക്കും. കാരണം എന്താ? നിന്റെ വീട്ടിലുള്ളത് വെളുത്ത മത്തനല്ലേ, എൻ്റെ വീട്ടിലുള്ളത് പുള്ളി മത്തനാണ്. നിങ്ങളുടെ അവിടെ കുറച്ച് നീളത്തിനുള്ള മത്തനാ അല്ലേ, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ചട്ടി മത്തനാ. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇനി വേറൊരു കൂട്ടം മത്തൻ വള്ളികളും കുമ്പളത്തിന്റെ വള്ളികളുമുണ്ട്. ഇതിനെ പടുതൈകൾ എന്നാണ് പറയുക. ആര് നട്ടതെന്നോ എപ്പോ നട്ടു എന്നോ ഒരു പാരമ്പര്യവും പറയാനില്ലാതെ തനിയെ സ്വന്തം സിദ്ധി കൊണ്ട് മുളച്ചു വന്നവർ. പണ്ടാരെങ്കിലും കറിക്ക് കഷ്ണങ്ങൾ അരിഞ്ഞപ്പോൾ ബാക്കി വന്ന വിത്ത് തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞതാകും. അത് നല്ല മഴയും വെയിലൊക്കെ വന്നപ്പോൾ തനിയെ മുളച്ചു വന്നവർ. ഈ പടുതയിൽ ഉണ്ടാകുന്ന കായ്കൾക്ക് ഗുണത്തിനും എണ്ണത്തിനും ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരു പടുതയിൽ മുളച്ച മത്തൻ കൊണ്ടുണ്ടാക്കിയ ഒരു മത്തൻ പുഴുക്കാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. മത്തൻ പുഴുക്കിന് രുചി കൂടണമെങ്കിൽ നല്ല പൊടിയുള്ള മത്തൻ വേണമെന്നാണ് അമ്മ പറയാറ്. ഇനിയിപ്പോൾ പൊടിയുള്ള മത്തൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? എനിക്കിതുവരേക്കും അത് കണ്ടിട്ട് മനസ്സിലാവാറില്ല. പക്ഷെ അമ്മയ്ക്കൊക്കെ മത്തൻ മുറിക്കാതെ തന്നെ അത് കണ്ടാൽ മനസ്സിലാകും. നല്ല മഞ്ഞ നിറത്തിലുണ്ടാകുമെന്നാണ് പറയാറ്. അത് മുറിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകുമെന്നും പറയുന്നു. അപ്പോൾ മത്തൻ പുഴുക്കുണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വേണം മത്തൻ മുറിച്ചെടുക്കാനായിട്ട്. മത്തൻ പറിച്ച് അന്ന് തന്നെ വേണം പുഴുക്കുണ്ടാക്കാൻ. അപ്പോഴാണ് പുഴുക്കിന് നല്ല രുചി കൂടുക. ഇന്ന് അത്താഴത്തിന് മത്തൻ പുഴുക്കുണ്ടാക്കിയാലോ എന്നുള്ള ആലോചനയിൽ തുടങ്ങി. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോഴേക്കും സമയം ഇരുട്ടാകാറായി. അടുക്കളയുടെ പിൻഭാഗത്ത് കൂട്ടിയിരിക്കുന്ന അടുപ്പിലാണ് നമ്മളിന്ന് പുഴുക്കുണ്ടാക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് കിട്ടിയ വിറകെല്ലാം കത്തിക്കാം. ഇനി തീ നന്നായി കത്തിപ്പിടിക്കുമ്പോൾ ഇതിലേക്ക് ഉരുളി വെച്ചു കൊടുക്കുക. അടുപ്പിൽ ഉരുളി വെച്ച് പുഴുക്കുണ്ടാക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ചൂട് ഒരുപോലെ കിട്ടും. അപ്പോൾ മത്തൻ കഷ്ണങ്ങളെല്ലാം ഒരുപോലെ വെന്തു വരുമെന്നാണ് പറയുന്നത്. കൂടുതലായിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട. അതായത് എല്ലാ കഷ്ണങ്ങളും മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാൽ ഇവിടെ അത്രയ്ക്കൊന്നും വേണ്ട. കുറച്ച് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരിമുളക് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും പുഴുക്കിന് ഇഷ്ടപ്പെടുക. ഇനി എന്താ, ഒരടപ്പ് കൊണ്ട് മൂടി നല്ല തീയിൽ നന്നായിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുക. നമ്മൾ ഗ്യാസ് സ്റ്റവിൽ ചെയ്യുന്ന ഈ ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിം പണികളൊക്കെ അമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിറക് അല്പം ഉള്ളിലേക്ക് തള്ളുന്നുണ്ട്, ഇടയ്ക്ക് പുറത്തേക്ക് വലിച്ചിടുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കും, എന്തിനാണ് ഈ ഉരുളിയും അടുപ്പുമൊക്കെ? ഈ കഷ്ണങ്ങളെല്ലാം കുക്കറിലിട്ട് ഈ ഉപ്പും മുളകും എല്ലാം ചേർത്ത് 2 വിസിലടിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. എന്തിനാണ് ഈ വളച്ചുകെട്ടൊക്കെ? കാര്യം ശരി തന്നെയാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഫ്ലാറ്റിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷേ അമ്മയെല്ലാം ഓർമ്മ വെച്ച നാൾ മുതൽ പുഴുക്ക് ഇങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. ഇതിൽ കുറഞ്ഞാൽ, അതായത് ഈ രീതിയിലല്ലാതെ ഉണ്ടാക്കിയാൽ ഇതിനെന്തോ ടേസ്റ്റ് കുറയുന്നതാണ് അവരുടെയൊക്കെ വിശ്വാസം. അവരുടെ വിശ്വാസം പോലെ തന്നെ അവർ ചെയ്യട്ടെ. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും മത്തൻ കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വിരലും കൊണ്ട് തോണ്ടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു വരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. മത്തൻ പുഴുക്ക് വിചാരിച്ചത്ര വേവിൽ എത്തിക്കഴിഞ്ഞാൽ അടിയിലുള്ള വിറകെല്ലാം മാറ്റി നടുഭാഗത്ത് പൊത്തിക്കൂട്ടി വെക്കും. അങ്ങനെയാണ് ഇവിടെ പറയുക. ഇനി ഇതിലേക്ക് നല്ലൊരു വറവും കൂടി ഇടണം. ഈ വറവിടുമ്പോൾ ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം, ഒരുപാട് ചെറിയുള്ളിയും വേണം. കുറച്ചധികം കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചുവന്നുള്ളി ഇടാറുണ്ട്. ഈ ചുവന്നുള്ളി ഇടുന്ന കൂട്ടത്തിൽ ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ അമ്മ ഇടാറുണ്ട് കേട്ടോ. ചോദിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വെളിച്ചെണ്ണയിൽ വറവുണ്ടാക്കുമ്പോഴുള്ളൊരു മണവും ഇത് മത്തൻ പുഴുക്കിലേക്ക് ചേർക്കുമ്പോഴുള്ളൊരു ശബ്ദവും നമ്മുടെ കൊതിയും വിശപ്പും ഇരട്ടിയാക്കും. ചെറിയൊരു കഷ്ണം വാഴയിലയിലേക്ക് നല്ല ചൂടുള്ള മത്തൻ പുഴുക്കിട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കൂ. സത്യം പറയാലോ, മറ്റേതൊരു പുഴുക്കിനേക്കാൾ ടേസ്റ്റ് ഈ മത്തൻ പുഴുക്കിന് തന്നെയാണ്. ഇങ്ങനെ വെറുതെ 4 മണി കാപ്പിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒട്ടിയുടെ കൂടെയോ, എന്തിന് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. സംഗതി ടേസ്റ്റുള്ള സാധനമാണെങ്കിൽ കോമ്പിനേഷനൊക്കെ ആരാ നോക്കുക അല്ലേ. ഇനി മത്തൻ കിട്ടുകയാണെങ്കിൽ സാധാരണയുള്ള വിഭവങ്ങളിൽ നിന്നൊന്ന് മാറ്റിപ്പിടിച്ച് ഇതുപോലെ ഒരു മത്തൻ പുഴുക്കുണ്ടാക്കി നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെടും.
ഈ മത്തൻ പുഴുക്കിന് ഇത്രയും രുചി കിട്ടാൻ ഇതിനുള്ളിലേക്ക് ചേർത്തിരിക്കുന്ന വിഭവങ്ങൾ മാത്രമല്ല, ഇതിന് ചുറ്റുമുള്ള ആളുകൾ മുതൽ പല ഘടകങ്ങളും അതിനൊരു കാരണമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിലുള്ള ഈ മത്തൻ പുഴുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്